ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ബ്ലാക്ക് ഒലിവ്സ് എങ്ങനെയാണ് കഴിക്കാൻ പാകത്തിനാക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല ഫ്രഷ് ഒലിവ്സാണ് ഇവിടെ പറിച്ചു കൊണ്ട് വെച്ചിരിക്കുന്നത്. ഇനി അത് നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചു കൊടുക്കണം. കാരണം ഇതിന് ഭയങ്കര കയ്പ്പാണ്. അപ്പം ആ കയ്പ്പൊന്ന് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ചതച്ചതിന് ശേഷം നമ്മളൊരു 4-5 ദിവസമൊക്കെ ഇത് വെള്ളത്തിലിട്ട് വെക്കും. ഓരോ ദിവസവും വെള്ളം മാറ്റി ഇതിൻ്റെ കയ്പ്പ് പോകുന്നത് വരെ ഇത് വെള്ളത്തിലാണ് കിടക്കുക. അങ്ങനെ ഇത് 4 ദിവസം 5 ദിവസമൊക്കെ നമ്മൾ ഓരോരുത്തരുടെ ചോയ്സിനനുസരിച്ച്, ചിലർക്ക് കയ്പ്പൊക്കെ ഇഷ്ടമായിരിക്കും, അവർക്ക് അധികം നാൾ വെള്ളത്തിലിട്ട് വെക്കണ്ട. അപ്പം നമ്മളിത് ഒരാഴ്ചയോളം വെള്ളത്തിലിട്ട് വെച്ചു. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ നല്ല ഓയിലാണ്. ഇത്രയും ദിവസം വെള്ളത്തിൽ കിടന്നാലും ഇത് നമുക്ക് എടുക്കുമ്പോൾ കല്ല് പോലെ തന്നെ ഉണ്ടാവും. അപ്പം ഞാനിതെല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. 100-ലധികം തരത്തിലുള്ള ഒലിവ്സ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ കഴിക്കുമ്പോൾ കിട്ടുന്നത് ഗ്രീനും അതുപോലെ തന്നെ ഈ ബ്ലാക്കും ആണല്ലോ. ഇങ്ങനെയാണ് ബ്ലാക്ക് ഒലിവ്സ് ഉപ്പിലിട്ടിട്ട് കഴിക്കാനെടുക്കുന്നതിൻ്റെ വീഡിയോ ആണിത്. അതുപോലെ തന്നെ ഗ്രീന് എങ്ങനെയാണെന്ന് ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗ്രീനിൽ നമ്മൾ സ്പൈസസ് ഒക്കെ ആഡ് ചെയ്യും. പക്ഷേ ബ്ലാക്ക് ഒലിവ്സിൽ നമ്മൾ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യാറില്ല. ഇവരുടെ എല്ലാ ഫുഡ്സിൻ്റെ കൂടെയും സൈഡ് ഡിഷായിട്ട് നമ്മൾ ഒലിവ്സ് കഴിക്കാനെടുക്കും കേട്ടോ, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ. നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഒലിവ് മരവും തോട്ടവും അതിൻ്റെ എണ്ണ ഉണ്ടാക്കുന്ന ഒലിവ് ഓയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് വീഡിയോ, അതൊന്ന് പോയി കാണണം. അതുപോലെ തന്നെ ഗ്രീൻ ഒലിവ്സ് ഉപ്പിലിടുന്ന വീഡിയോയും ഇനിയും കണ്ടിട്ടില്ലെങ്കിൽ അതുമുണ്ട് എൻ്റെ ചാനലിൽ, അതും കൂടെ കാണുക. ഇസ്രായേലിൽ നിന്നുള്ള വീഡിയോ ആണിത്. അപ്പോൾ ഇസ്രായേൽ വന്ന സമയത്ത് എനിക്ക് ഒലിവ്സിനെ കുറിച്ച് ഒരു ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഹോട്ടലിൽ കഴിച്ചിട്ടുള്ള ആ ഒരു ടേസ്റ്റേ അറിയത്തുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ഒരു ഡിസംബർ മാസത്തിലായിരുന്നു ഇവിടെ എത്തിയത്. അപ്പം ഞാനൊരു ദിവസം ഇതുപോലെ പുറത്തിറങ്ങി നിൽക്കുമ്പം ഒലിവ് മരത്തിൻ്റെ ചുവട്ടിൽ ഇതൊരെണ്ണം വീണ് കിടക്കുന്ന കണ്ട്. അപ്പോൾ അങ്ങനെ എടുത്ത് ഞാൻ വായിലിടുകയുണ്ടായി. എൻ്റെ പൊന്നോ, കാഞ്ഞിരത്തിൻ്റെ കയ്പ്പാണ് ഇതിന്, ഒരു രക്ഷയില്ല. പിന്നെയാണ് മനസ്സിലായത് ഒലിവ്സിന് ഭയങ്കര കയ്പ്പാണ്. അത് ഇതുപോലെയൊക്കെ പ്രോസസ്സിങ് കഴിഞ്ഞിട്ടാണ് നമുക്ക് കഴിക്കാൻ പാകത്തിനാക്കി എടുക്കുന്നതെന്ന്. അപ്പം ഞാനിവിടെ എൻ്റെ ഒലിവ്സ് എല്ലാം ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കണം. ഓരോ ദിവസവും നമുക്ക് വെള്ളം മാറ്റിയും കൊടുക്കണം. ശേഷം ഈ കാണുന്ന പോലെ ഒരാഴ്ച നമ്മൾ വെള്ളത്തിൽ ഓരോ ദിവസവും മാറ്റിയെടുത്തതിന് ശേഷമുള്ള ഒലിവാണ് ഈ കാണുന്നത്. അതിനുശേഷം നമ്മൾ ഇതുപോലെ നിറയെ ഉപ്പ് നിറച്ച് വിതറി കൊടുക്കുക. എന്നിട്ട് ഇത് അരിപ്പയിൽ ഇട്ട് വെക്കുക, ഇളക്കി കൊടുത്ത് ഓരോ ദിവസവും, എന്നിട്ട് ഓരോ ദിവസവും ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനകത്തുനിന്നുള്ള കയ്പ്പ് നീരെല്ലാം ഈ ഉപ്പ് വെള്ളത്തോട് കൂടിയിട്ട് കയ്പ്പ് നീരെല്ലാം ഇറങ്ങി നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഒലിവ്സായി കിട്ടും. പിന്നെ ഇതുപോലെ ഉപ്പിലിട്ട് വെച്ചത് ഒരാഴ്ചയോളം ഇങ്ങനെ ഇരിക്കണം കേട്ടോ, എങ്കിലും ഇത് കേടൊന്നും ആയി പോകത്തില്ല. നല്ല കല്ല് പോലെ തന്നെ ഉണ്ടാവും ദിവസവും. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ ഇത് കണ്ടില്ലേ, അതിൻ്റെ അടിയിലേക്ക് വെള്ളം വരുന്നത്, ആ വെള്ളം നമ്മൾ ഊറ്റി കളയും. ഇതാണ് അവസാനം ഒരാഴ്ച ഇരുന്ന ഒലിവ്സാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മളിത് എങ്ങനെയാണ് ഉപ്പിലിട്ട് എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് നമ്മുടെ അരൂതയാണ്, അരൂതച്ചെടിയുടെ ഇലയാണ്, അരൂതയുടെ ഫ്ലേവറാണ് ഇതിന് ടേസ്റ്റ് നൽകുന്നത്. അപ്പോൾ നമ്മുടെ ഒലിവ്സ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ ഒരാഴ്ച നമ്മൾ വെള്ളത്തിലിട്ട്, ഒരാഴ്ച അതിനുശേഷം ഉപ്പിലിട്ട് വെച്ചതിന് ശേഷമുള്ള ഒലിവാണ് നിങ്ങളീ കാണുന്നത്, ബ്ലാക്ക് ഒലിവ്സായിട്ട്. നമുക്ക് കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്നതിൽ നടുവിൽ കുരു എടുത്ത് കളഞ്ഞിട്ടുള്ള ഒലിവ്സ് കാണുന്നില്ലേ, അത് എന്ന് പറയുന്നത് ഒരു ചെറിയ സംഭവമുണ്ട്. അതിൻ്റെ കുരു എടുത്ത് കളയുന്ന ഒരു മെഷീൻ, ചെറിയൊരു മെഷീനാണ് അത്. നമുക്ക് ഇവിടെ അങ്ങനെ ചെയ്യുന്നതിൽ താല്പര്യമില്ല ഇവർക്ക്, അതുകൊണ്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചതച്ചെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു തോരാനായിട്ട് ഒരു പാത്രത്തിൽ ഇങ്ങനെ നിരത്തി എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അരുത അരിഞ്ഞു കൊടുക്കണം. അരുതയുടെ ഇല ഭയങ്കര നല്ലൊരു സ്മെല്ലല്ലേ, അരുത എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അതിപ്പം ഇതുപോലെ തന്നെ ചെറിയതായിട്ട് അരിഞ്ഞ് നമ്മളിതിൻ്റെ മേലെ വിതറി കൊടുക്കുന്നുണ്ട്. അതുപോലെ ചെറിയ കഷ്ണം നാരങ്ങ ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, നാരങ്ങ നിർബന്ധമൊന്നുമില്ല. നാരങ്ങയും വെളുത്തുള്ളിയും നിർബന്ധമൊന്നുമില്ല.
നമുക്ക് ഹോട്ടലിലൊക്കെ കിട്ടുന്ന വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടുള്ള ഒലിവ്സാണ്. ഈ ഒരു സംഭവം അതിനകത്ത് ചേർക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര സ്പെഷ്യലാണ്. ഇത് ഭയങ്കര ഒരു ഫ്ലേവറാണ് കേട്ടോ. ഇനി അതുപോലെ തന്നെ ഇത് ഉപ്പിലിടുന്നതും ഒലിവ് ഓയിലിനകത്താണ് ഇവരിത് ഇട്ട് വെക്കുന്നത്. നമ്മളൊക്കെ കഴിച്ചിട്ടുള്ളത്, നമുക്ക് ഹോട്ടലിലൊക്കെ കഴിക്കാൻ കിട്ടുന്നത് വെറും വെള്ളത്തിലിട്ട് വെച്ച് ഉപ്പിലിട്ട് വെച്ച വെറും ഒലിവ്സാണ്. അതിൻ്റെ ടേസ്റ്റൊന്നുമല്ല. ഇങ്ങനെ കഴിക്കുന്ന ഈ ഒലിവ്സിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്, ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ അതിലേക്ക് ഇനി കുറച്ച് നമ്മളെ ഉപ്പെല്ലാം ഇറങ്ങിപ്പോയിട്ടുണ്ടാവും. ഉപ്പൊന്നും ഉണ്ടാവില്ല ഈ ഒരു ഒലിവുംകായ്ക്ക്. കുറച്ചൊരു ആവശ്യത്തിനുള്ള ഒരു ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായി നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശേഷം നമുക്ക് വൃത്തിയാക്കി വെച്ച ഭരണിയിലേക്ക് നിറയ്ക്കാവുന്നതാണ്. ഇപ്പം തന്നെ ഇത് നമുക്ക് കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇതിന് കാത്തു നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൻ്റെ ആ കഴിക്കാൻ പാകത്തിന് ഇത് ആയിട്ടുണ്ട്. ഇതിൻ്റെ കയ്പൊന്നും ഒട്ടും പോലും കയ്പുണ്ടാവില്ല ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇത് കണ്ടില്ലേ, ഫ്രഷ് ഒലിവ് ഓയിൽസ് തന്നെയാണ്. ഞാൻ പറഞ്ഞു നമുക്ക് പുറത്തുനിന്നൊക്കെ കിട്ടുന്നത് ഇങ്ങനെ ആയിരിക്കില്ല. നമുക്ക് വെള്ളത്തിലിട്ട ഒലിവ്സാണ് കിട്ടണത്. അതിൻ്റെ ഒരു ടേസ്റ്റേ അല്ല ഈ ഒരു സംഭവത്തിന്. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ചെറിയ ടിന്ന് എനിക്കായിട്ടുള്ളതാണ്. ഇവിടെ ദിവസവും ഒലിവ്സ് കഴിക്കുന്നവരാണ്. ഗ്രീൻ ആയാലും ബ്ലാക്ക് ആയാലും നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ കഴിക്കാനെടുക്കും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ചിലവാകും. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളിവിടെ ഒത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതുപോലെ നാരങ്ങ ഒരു ടിന്നിൻ്റെ മേലെ, ചിലർക്ക് നാരങ്ങയുടെ വെളുത്തുള്ളിയുടെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് സ്പെഷ്യലായിട്ട് ഇതുപോലെ ചെയ്യുന്നത്. നഗക്കെ ഒലിവ് ഓയിലാണ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അത് മൂടി വെച്ച് നമുക്ക് കേടുകൂടാതെ എത്ര നാൾ വേണേലും, വർഷങ്ങളോളം ഇതിവിടെ ഇരിക്കും, കേടൊന്നും ആയി പോകത്തില്ല. ഇതിൻ്റെ ഒരു സീസണായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ബ്ലാക്ക് ഒലിവ്സ് പറിക്കുക, സെപ്പറേറ്റ് ആയിട്ട് ഉപ്പിലിടാനായിട്ട്, അതുപോലെ ഗ്രീൻ ഒലിവ്സ് പറിക്കുക എന്നൊക്കെ പറയുന്നത് ഒരു നല്ലൊരു പണി തന്നെയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഇവർ ചെയ്യുന്ന ഒരു ജോലിയാണിത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്കിയുള്ളത് പ്ലാസ്റ്റിക് ബോട്ടിലുകളിൽ നിറച്ച് വെക്കുന്നുണ്ട്. ഞാനിത് നിങ്ങളെ കഴിച്ച് കാണിക്കാം. ഞാനിവിടെ കഴിക്കാൻ എടുത്തേക്കുന്നത് നമ്മുടെ തൈരിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുക്കുന്ന ലബനി എന്നതിൻ്റെ കൂടെ ഫ്രഷ് ഒലിവ് ഓയിലും ബ്ലാക്ക് ഒലിവ്സും കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പോൾ അത് കണ്ടില്ലേ, നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഫ്രഷ് ഒലിവ് ഓയിലിന് കുറച്ച് എരിവാണ്, നല്ല സ്പൈസി ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഫ്രഷ് ഒലിവ് ഓയിലിൻ്റെ നിറവും ഇത് തന്നെയാണ്. നമ്മൾ കടയിലൊക്കെ നമുക്ക് വാങ്ങാൻ കിട്ടുന്നത് കുറച്ചൊരു ബ്ലാക്ക്നെസ്സോട് കൂടിയിട്ടുള്ള ഒലിവ് ഓയിലല്ല. ഇനി കുറച്ച് നാൾ ഇരുന്ന് കഴിയുമ്പോഴാണ് ആ ബ്ലാക്ക്നെസ്സോട് കൂടിയിട്ടുള്ള ഒരു ഒലിവ് ഓയിലിൻ്റെ കളറായി വരിക. അപ്പോൾ ഇവിടെ നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് ഒലിവ്സ് എല്ലാം റെഡി ആയിട്ടുണ്ട്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.